മലപ്പുറം കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റെഡ് സോസ് ചിക്കൻ പാസ്തയാണ്. അപ്പോൾ പാസ്ത 3-4 ഐറ്റംസ് ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പാസ്തയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കുള്ളൊരു സംശയമാണ് പാസ്ത മക്കറോണി അതേപോലെ സ്പെഗറ്റി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ റെഡ് സോസ് ചിക്കൻ പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നീളമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. വെള്ളമൊക്കെ ഒന്ന് കളയണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റെയിനറിൽ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, നല്ല കളറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ഇത്രയാണ് വേണ്ടത്. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒരു ജസ്റ്റ് 10 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ടും ഇതിനുള്ളിലോട്ട് മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് റെഡ് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല റെഡ് തക്കാളി കിട്ടണേ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 റെഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വെള്ളം തിളക്കുമ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ തക്കാളിയും അതുപോലെ തന്നെ ആ 3 ചില്ലി ഉണ്ടല്ലോ റെഡ് ചില്ലി, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയുടെ സ്കിന്നൊന്ന് വിട്ട് വരുവോളം ഒന്ന് തിളപ്പിക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതിയാവും. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള പാസ്ത ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ പാസ്ത നമുക്ക് പല ഷേപ്പിലും കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ ഓരോ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ അതിന് പേരിടുന്നത്. കാരണം ഈ പാസ്ത ആയാലും മക്കറോണി ആയാലും സ്പെഗറ്റി ആയാലും അതൊക്കെ അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിൽ ഷേപ്പ് വ്യത്യാസത്തിലാണ് നമ്മൾ അതിന് ഓരോ പേരിടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പല ഷേപ്പിലുള്ള പാസ്തയും വാങ്ങാറുണ്ട്. ഇതൊരു ഈ ഷേപ്പിൽ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഈ ഷേപ്പിലാണ് കൂടുതൽ നമ്മൾ പാസ്ത ആൽഫ്രെഡോ പാസ്ത ഒക്കെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഷേപ്പാണ് വാങ്ങാറുള്ളത്. പിന്നെ ഇത് സ്പെഗറ്റിയാണ്. ഇത് നമ്മൾ നൂഡിൽസ് പോലെ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. ഈ സ്പെഗറ്റി നമ്മൾ സേമിയ പോലെ ഇരിക്കും. ഈ ഒരു ഷേപ്പിലുള്ളതാണ് മക്കറോണി എന്ന് നമ്മൾ കൂടുതലായിട്ട് പറയാറുള്ളത്. ഇത് എല്ലാ കടകളിലും കിട്ടും ചെയ്യും. പിന്നെ കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതിനാണ് മക്കറോണി എന്ന് പറയാറുള്ളത് നമ്മൾ. പിന്നെ ഈ ഷേപ്പിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ പാസ്ത റെഡ് സോസ് പാസ്ത തയ്യാറാക്കുന്നത് ഒരു സ്പ്രിങ് ടൈപ്പിലുള്ള ഷേപ്പിലുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളത് വെച്ച് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെഡ് സോസ് പാസ്ത. സാധാരണ ആൽഫ്രെഡോ പാസ്ത ഞാൻ മറ്റേ ഷേപ്പിലുള്ളത് ആണ് എടുക്കാറുള്ളത്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് പാസ്ത ഇട്ട് കൊടുത്തു. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഈ വെള്ളത്തിൽ നിന്ന് അപ്പോൾ തന്നെ കോരിയെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ നരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് ചില്ലി ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അടുപ്പത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം. ഏതാ ടേസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്തായാലും ഒരു 10-15 മിനിറ്റ് ആവും ഇതൊന്ന് ശരിക്കും ഫ്രൈ ആയി കിട്ടാൻ. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഒരു 15 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ ഇതുപോലെ ആയി കിട്ടാൻ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ഓയിലിലോട്ട് തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം അത് തുറന്നാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റാം.
മാറ്റിയതിന് ശേഷം ഞാൻ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ആ മുളകുണ്ടല്ലോ, ഉണക്കമുളക്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ, തക്കാളിയുടെ കുരു വരെ നന്നായിട്ട് അരയുന്ന പോലെ അരച്ചെടുക്കണം. ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒന്നും കൂടി അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതിയാവും, ഫുള്ള് വേണ്ട. ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബീൻസിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളിയും ചുവന്നുള്ളിയും കൂടി അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സവാളയിലും ചിക്കനിലും പാസ്തയിലൊക്കെ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ മതി. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, അതിട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് പകുതി കുക്കാകുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. സോസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കഴിക്കുന്ന സമയത്ത് സോസ് ചേർത്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ. 2 റെഡ് കളർ തന്നെ, റെഡ് ചില്ലി സോസും റെഡ് തന്നെ കിട്ടണമെങ്കിൽ അതാണ് നല്ലത്, കളർ കുറച്ച് കിട്ടിക്കോളും. ഇനി നമുക്കിതിലോട്ട് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. 50 ഗ്രാം മൊസറല്ല ചീസാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 3/4 ഭാഗവും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്യാം. ചിക്കൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റെഡ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പാസ്ത ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ അടിപൊളി റെഡ് സോസ് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സാധാരണയായിട്ട് ഈ റെഡ് സോസ് പാസ്ത ചിക്കൻ ചേർക്കാറില്ല, വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടാണ് തയ്യാറാക്കാറുള്ളത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഇതിലോട്ട് ചിക്കൻ കൂടി ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളെ റെഡ് സോസ് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ളൊരു പാസ്ത തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.